തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന തലത്തിൽ സഖ്യമില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശികമായുള്ള ധാരണ മാത്രമാണ് വെൽഫെയർ പാർട്ടിയുമായി ഉള്ളത്. PV അൻവറിന്റെ തൃണമൂൽ പാർട്ടി ഉൾപ്പെടെയുള്ളവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അസോസിയേറ്റ് മെമ്പറായി UDF-ൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശികമായിട്ട് ആരുടെ വോട്ടും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. UDF-ന് ആർക്ക് വോട്ട് ചെയ്യാം? മുന്നണിയിലെ ആരും വന്നില്ല. ആരുടെ വോട്ട് ഞങ്ങളിലേക്ക് വോട്ടല്ലേ? വോട്ടിലെന്താ? എന്നോട് ഞാൻ KPCC പ്രസിഡന്റ് ആരും ചോദിച്ചായിരുന്നു നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തില ഇന്ന വോട്ട് നഷ്ടപ്പെടും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ വോട്ടും വിലപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥന എന്താ? മുഴുവൻ ആളുകളും മുഴുവൻ സമ്മതിദായകരും നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് തന്നു, ഞങ്ങളെ വിജയിപ്പിക്കണം, എന്നെ വിജയിപ്പിക്കണം. ഏതെങ്കിലും വോട്ട് വേണ്ടെന്ന് ആരെങ്കിലും പറയും. അതിപ്പോ എന്നെ കരിയും മത്സരിക്കുമ്പോ എന്നെ കരിയും പ്രസംഗിക്കുന്നു അഭ്യർത്ഥന എല്ലാ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ലാതെ ഇന്ത്യൻ ആൾക്കാർ സണ്ണി ജോസഫിന്റെ വോട്ട് വേണ്ട, DF-യുടെ വോട്ട് വേണ്ടെന്ന് എന്നെ കരിയും പറയാൻ സാധിക്കും. അൻവർ ഇപ്പോ ഐക്യജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഞങ്ങൾ ആലോചിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വഴി അതൊരു അസോസിയേറ്റ് മെമ്പറായിട്ട് UDF-ൽ ആ കക്ഷി വരും എന്നാണ് കൂടുതൽ കക്ഷികൾ ഒപ്പിടുന്ന കാര്യം ആലോചിച്ചു. അല്ല, നിങ്ങളെ ചോദ്യം എന്താണ്? അൻവർ ഉന്നയിച്ചതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഹിന്ദു ഇന്റർവ്യൂ അതിലെ പരാമർശനം അൻവർ ഉന്നയിച്ചതുകൊണ്ട് ആ പരാമർശനം തെറ്റാണെന്നുള്ളതിന് മറുപടിയല്ല. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യണ്ട. കേസിന്റെ വർക്കിലേക്ക് എനിക്കറിയില്ല. പക്ഷെ അതിലൊക്കെ രാഷ്ട്രീയ നേതാവായ അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന അന്വേഷണത്തിലൊക്കെ ചില രാഷ്ട്രീയ ഗുണലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വേണം സാമാന്യേന മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് തന്നെ സ്വയം പ്രതിരോധ ശക്തിയുള്ളതാണ്. TV-ലെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് 2019 മുതൽ 25 വരെ നടന്ന ഗൂഢാലോചനയുടെയും ചതിയുടെയും അപകടത്തിന്റെയും ഒരു കേസാണ് എന്ന് വ്യക്തമാക്കിയത്. പക്ഷെ ഇതുവരെയും സ്വർണം നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കിലോ കണക്കിന് തൂക്കമുള്ള സ്വർണം വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. ഈ പ്രധാന പ്രതികൾ പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്ന അമാന്തമാണ് ഒരുപക്ഷെ സ്വർണത്തിന്റെ വീണ്ടെടുക്കലും കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തുന്നതിനും പോലീസിനെ പിന്നോട്ട് വലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ സ്വർണ്ണക്കൊള്ളയോടെ മാർക്സിസ്റ്റ് പാർട്ടി എവിടെ കയറിയാലും അവരെ പൊതു സ്വത്തുക്കൾ അപഹരിക്കുന്നവരാണ്, മോഷ്ടിക്കുന്നവരാണ്, ആ മോഷണത്തെ ന്യായീകരിക്കുന്നവരാണ്, പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ ഈശ്വര വിശ്വാസികളും ആ കാര്യത്തിൽ പ്രതിഷേധമുള്ളവരാണ്. കോൺഗ്രസ് പാർട്ടിയും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ജനങ്ങളത് കാണും. മീറ്റിൽ പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ S. മഹേഷ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് കുമാർ, ജില്ലാ സെക്രട്ടറി VP നിസാർ, വൈസ് പ്രസിഡന്റ് ഗീതു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Safa Jewelry now. Safa Golden Diamonds. Different by design.